ഇപ്പോൾ എറണാകുളത്തെ കുടിയൊഴിക്കൽ പ്രശ്നത്തിൽ നേരത്തെ തന്നെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ചിലരെ ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ കോടതിയിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നേരത്തെ പോകാതിരുന്നത് എന്ന ചോദ്യം വരികയുണ്ടായി. യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പോകുന്ന കേസ് കഴിഞ്ഞ ഗവൺമെന്റ് ഫയൽ ചെയ്തിട്ടുള്ള, ഗവൺമെന്റിന് ഫയൽ ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയതുപോലെ ഇത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസാണ്. ആ കേസിനകത്ത് എക്സിക്യൂഷൻ പെറ്റീഷൻ വന്നപ്പോൾ പലതവണ അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നെങ്കിലും വലിയ ജനകീയ പ്രതിരോധത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നു. ആ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി പോലീസിന് തന്നെ ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുടിയൊഴിക്കണം. അങ്ങനെ കത്ത് കൊടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ കോടതിക്ക് അധികാരമില്ല. ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ മറുപടി നൽകി. ആ ഘട്ടത്തിൽ തന്നെ കോടതി വീണ്ടും ഒരു ഉത്തരവിലേക്ക് വന്നു. അപ്പോൾ ആ ഉത്തരവിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 30 മറ്റാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കത്ത് കോടതിയുടെ ഇടപെടലുണ്ടായത്. അപ്പോൾ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് ഹൈക്കോടതിയിൽ കേസ് നൽകുകയുണ്ടായി. ആ കേസാണ് തൽക്കാലം മറ്റു നടപടികളിലേക്ക് പോകാതെയുള്ള സമയം നൽകി. ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് അന്ന് കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്ത കേസാണ്.